ഹായ് ഗൈസ്, എൻ്റെ പേര് കിരൺ പ്രസാദ്. ഞാനൊരു ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഇന്ന് വന്നിരിക്കുന്നത് ഡിപ്ലോമ ഇൻ IFRS എന്നൊരു ക്വാളിഫിക്കേഷൻ പരിചയപ്പെടുത്താനാണ്. ഇതൊരു സ്റ്റാൻഡ് അലോൺ ക്വാളിഫിക്കേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CA, ACCA, CPA, CMA ഇങ്ങനെ എടുത്തു പറയാൻ പറ്റിയ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ല. പക്ഷേ ഇതൊരു ഡിപ്ലോമ മാത്രമാണ്. ഈ ഡിപ്ലോമ നല്ല നമ്മുടെ CVക്ക് നല്ലൊരു ബൂസ്റ്റ് കൊടുക്കുന്ന ഒരു ഡിപ്ലോമയാണ്. ബിക്കോസ് ഈ ഡിപ്ലോമ സിഗ്നൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നോളജ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു സാധാരണ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ ഒരു ട്രയൽ ബാലൻസിൻ്റെ അകത്തുനിന്ന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലൗഡിനോ ChatGPTക്കോ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്ത് തരും. അതായത് നിങ്ങൾ റീപ്ലേസബിളായി മാറും. ഈ നമ്മൾ ജസ്റ്റ് പഠിക്കുന്ന പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന അക്കൗണ്ടൻസി മാത്രമാണ് മോസ്റ്റ് ഓഫ് ദ അക്കൗണ്ടൻസും ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഡേ ടു ഡേ വർക്കിന് അത് മാത്രമേ ആവശ്യമുള്ളൂ. അതിന് മുകളിലേക്ക് ഒരു ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞൊരു കോസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിഫിക്കേഷനാണിത്. ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം, എലിജിബിലിറ്റി, കോസ്റ്റ്, ഫീസ് ഇതെല്ലാം നമുക്ക് വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഡിപ്ലോമ ഇൻ IFRS എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ACCA പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വാളിഫിക്കേഷനാണ്. നമ്മുടെ UK CA ഉണ്ടല്ലോ, അവരുടെ ക്വാളിഫിക്കേഷനാണിത്. ഇത് സിഗ്നൽ ചെയ്യുന്നത് നമുക്ക് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അറിയാവുന്നതാണ്. അതായത് UAE, യൂറോപ്യൻ കൺട്രീസ്, UAE ഇതുപോലെ 180 കൺട്രീസ് പ്ലസിൽ ACCA റെക്കഗ്നേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവിടെ IFRS നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം IFRS ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ഇൻഡ് AS ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതായത് ഒരുവിധപ്പെട്ട ടേൺ ഓവർ ബേസിൽ വലിയ കമ്പനികൾക്ക് മാത്രമാണ് ഇന്ത്യസ് ആപ്ലിക്കബിൾ ആയി വരുന്നത്. എന്തുകൊണ്ട്? ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ റിപ്പോർട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് IFRSുമായിട്ട് അലൈൻഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളത്. ആ ഒരു മെത്തേഡിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ BCom ഗ്രാജുവേറ്റ്സ് ഒരുപാടുണ്ടാവും. എല്ലാം സപ്ലൈ ആൻഡ് ഡിമാൻഡിലാണല്ലോ. ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ CVയിൽ നിങ്ങളുടെ CV ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിപ്ലോമ ഇൻ IFRS. ഓക്കെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക്, അതായത് CA, CPA, ACCA എന്നീ ഈ ഒരു ലെവലിലെ ക്വാളിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇത് ഡയറക്റ്റ് എൻട്രിയാണ്. അവർക്ക് ഒരു എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ് ആവശ്യമില്ല. പക്ഷേ BCom ചെയ്തവരുടെ കാര്യമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ BCom ചെയ്തവർക്കും ചെയ്യാൻ പറ്റും. 2 വർഷത്തെ റെലവൻറ്റ് എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. അതായത് BCom കഴിഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് കയറി, പക്ഷേ പ്രതീക്ഷിച്ച രീതിക്ക് ഒരു സാലറി ഇൻക്രിമെൻറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിപ്ലോമ ഇൻ IFRS ചെയ്തു കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസ് നമ്മൾ ഹയർ ചെയ്യാൻ സാധ്യതയുണ്ട്. എക്സിസ്റ്റിംഗ് ജോബിൽ തന്നെ അത് IFRSുമായിട്ട് അലൈൻഡ് ആയിട്ട് നമ്മുടെ ബുക്സിന് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് സ്കിൽ ആക്ച്വലി. എക്സാം സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് റിട്ടേൺ എക്സാം ആണ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ പെന്നും പേപ്പറും വെച്ചിട്ടല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. പ്രോമെട്രിക് സെൻറ്ററിൽ പോയിട്ടാണ് ചെയ്യുക. 3 hours and 15 minutes ആണ് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ടൈം വരിക. അതായത് 15 minutes റീഡിംഗ് ടൈം ഉണ്ട്. പക്ഷേ നമുക്ക് 3 hours 15 minutes ടോട്ടൽ ടൈം ഒരുമിച്ച് തരാണ് നമുക്ക് ചെയ്യുക. അതിൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്ക് എക്സാം തന്നെ ക്ലോസ് ആവും. ഓക്കെ, പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല ഉള്ളത്. പ്രോപ്പർ ടൈപ്പ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിതിന് വേറൊരു എലിജിബിൾ റിക്വയർഡ് സ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പിംഗ് സ്പീഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, ടൈപ്പിംഗ് സ്പീഡ് വേണം. പാസ് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ 51 മാർക്കാണ് നമുക്ക് പാസ്സാവാൻ വേണ്ടുന്നത്. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്, സിലബസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IFRSന്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ IFRSന്റെ സ്റ്റാൻഡേർഡ് പറയൂ, അല്ലെന്നുണ്ടെങ്കിൽ ഈ IFRSന്റെ നമ്പർ പറയൂ, ഇങ്ങനെയൊന്നും അല്ല ചോദിക്കുക. ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തരും, അതിൻ്റെ അകത്തു നിന്ന് ഒരു ഡയറക്ടറോ ആരെങ്കിലും അതിൻ്റെ അകത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ അതിനെ റിപ്ലൈ കൊടുക്കുന്ന രീതിക്കാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ആണ് ഈ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകുമ്പോൾ 24,000-25,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നമ്മുടെ ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷേ നമുക്കൊരു 3 to 6 months കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡിങ് ഓൺ യുവർ എക്സ്പീരിയൻസ്. പക്ഷേ അതിനൊരു 30,000 രൂപ അടുപ്പിച്ച് എക്സ്ട്രാ കോച്ചിങ് ഫീസ് കൊടുക്കേണ്ടി വരുമായിരിക്കും. അത് വെർത്താണ്, നമ്മുടെ കോച്ചിങ് വെർത്താണ്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കിട്ടും. ഏതെങ്കിലും നല്ല റിവ്യൂ നോക്കിയിട്ട് വേണം നമ്മളത് എപ്പോഴും കോച്ചിങ് സെലക്ട് ചെയ്യാൻ. ഒരു കോച്ചിങ് കൂടെ ചേർത്തിട്ട് ഒരു 50,000 രൂപ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെനി ഫോൾഡായിട്ട് നമുക്കത് തിരിച്ച് റീകൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈം ലൈനിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 to 6 months കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
സാലറി ഇമ്പാക്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടൻസ് ആണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കരുതുന്നുണ്ടാവും എന്തിനാ സി എക്കാരൊക്കെ ഇത് ചെയ്യുന്നത്. സി എക്കാർ പഴയ സിലബസിൽ പഠിച്ചു വന്നവർ ഇന്ത്യസ് ആയിരിക്കില്ല പഠിച്ചിട്ടുണ്ടാവുക, ഓൾഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. അപ്പം അവർക്ക് IFRS അവരുടെ CV-യിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ IFRS നല്ലൊരു ഓപ്ഷനാണ്. അതായത് ഫുൾ ACCA ക്വാളിഫിക്കേഷന് വേണ്ടി പോവാതെ ഡിപ്ലോമ ഇൻ IFRS മാത്രം ചെയ്തു കഴിഞ്ഞാൽ ആനുവലി ഉള്ള ACCA ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആനുവലി ഒരു മെമ്പർഷിപ്പ് ഫീസ് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടയ്ക്കണം. അതിൻ്റെ ആവശ്യം ഈ ഒരു ഡിപ്പ് IFRS എന്നുള്ള ലെറ്റേഴ്സ് നമ്മുടെ പേരിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കാശ് പിന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ അക്കൗണ്ടൻസ് ഇത് ചെയ്യും. അങ്ങനെ ചെയ്യുന്നവർക്ക് അറൗണ്ട് 15 to 18 lakhs വരെ ആവറേജ് സാലറി ഉണ്ടാവലുണ്ട്. പിന്നെ ഫ്രഷേഴ്സിൻ്റെ സാലറി നോക്കി കഴിഞ്ഞാൽ, അതായത് BCom കഴിഞ്ഞ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ ഫ്രഷേഴ്സ് എന്ന് പറയുക. മോസ്റ്റ്ലി ലൈക്ക് ഈ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ഫ്രഷറാണ്. അതായത് 50,000 രൂപ വരെ സാലറി ഹൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ഒരു സ്ഥലത്ത് അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ 25-30 ആണ് സാലറി എന്നുണ്ടെങ്കിൽ പെർ മന്ത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50,000 രൂപ വരെ സാലറി ഡയറക്റ്റ് ഇൻക്രിമെന്റ് കിട്ടുന്നതാണ്. ലൈക്ക് സെയിം കമ്പനി തന്നെ നിൽക്കരുത്, ഇച്ചിരി ഈ IFRS റിപ്പോർട്ടിങ്ങിന്റെ ആവശ്യമുള്ള കമ്പനികളിലേക്ക് പോവുക. നിങ്ങൾ CV എടുത്തിട്ട്, അല്ലെങ്കിൽ വേണ്ട ഇൻഡീഡ് അല്ലെങ്കിൽ മറ്റേ നൗക്കരി ഗൾഫ് ഇങ്ങനത്തെ സംഭവങ്ങളിൽ പോയിട്ട് IFRS എന്നുള്ള സ്കില്ല് വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിമാൻഡാണ് IFRSനുള്ളതെന്ന്. ഓക്കെ, കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ട്. ലൈക്ക് UAE-യിലൊക്കെ തന്നെ ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സേഷൻ ഒക്കെ വന്നതുകൊണ്ട് IFRS പ്രകാരമാണ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം സാധാരണ ഒരു അക്കൗണ്ടന്റിനേക്കാളും നിങ്ങൾക്ക് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് കിട്ടും ഈ ഒരു ക്വാളിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വാളിഫിക്കേഷനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റിൽ എൻ്റെ ഒരു സുഹൃത്ത്, ലൈക്ക് എൻ്റെ സുഹൃത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സബ്സ്ക്രൈബർ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സാറിനെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പബ്ലിക് കമ്മ്യൂണിറ്റി പോലെ എന്തെങ്കിലും ഒരു സംവിധാനം വേണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. കരിയർ സംബന്ധമായിട്ടോ ഫൈനാൻസ് സംബന്ധമായിട്ടോ, അതായത് ലൈക്ക് നിങ്ങളുടെ കൊമേഴ്സ് ഫീൽഡിലെ നിങ്ങളുടെ അക്കാഡമിക് ക്വസ്റ്റ്യൻസ് എന്ത് തന്നെ ആയിക്കോട്ടെ എന്നോട് ചോദിക്കാം. എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് ഞാനതൊരു വീഡിയോ ആക്കി ലൈക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫോളോ ചെയ്യൂ. താങ്ക് യു, ബൈ.